നമ്മളിപ്പോൾ നല്ല ലഡുവും ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നല്ല എന്താ പറയുക, നമ്മുടെ എള്ളുണ്ട. സാധാരണ പുറത്തൊക്കെ കല്ലും മണലും എല്ലാം ചേർന്നുള്ള എള്ളുണ്ടല്ലേ. ഇവിടുത്തെ എള്ളുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എള്ളുണ്ടയാണ്. നമുക്കെന്തായാലും ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മളിപ്പോൾ എള്ളുണ്ട വീണേനെ. ഞാനിപ്പോൾ എള്ളുണ്ടുണ്ടാക്കുന്ന ഒരു വീട്ടിലേക്കാണ് പോയേക്കണേ. ഇത് ഹംസക്ക. നമസ്കാരം. നമസ്കാരം. എത്ര നാളെ നമ്മളിവിടെ എള്ളുണ്ടാക്കാൻ തുടങ്ങിയത്? 4 വർഷമായിട്ടുള്ളൂ. 4 വർഷമായിട്ട്. അപ്പം ആരായിട്ടാണ് തുടങ്ങിയത്? എനിക്ക് നേരത്തെ ഇതിനെപ്പറ്റി കുറച്ച് അറിയാം. ഞങ്ങൾ മാനാടിക്ക് സംബന്ധിച്ചോളം മിഠായി പരിപാടി, അലുവ പരിപാടി, ബിരിയാണി പരിപാടി എല്ലാം ഇവിടെ ലഡു, ജിലേബി എല്ലാ ഐറ്റംസും ഏരിയയാണ് മൊത്തത്തിൽ. പിന്നെ ഞാൻ എള്ളിൻ്റെ പരിപാടി തുടങ്ങിയെന്ന് ബിസിനസ് കൊള്ളാം, മോശമില്ല. എള്ളെല്ലാം നേരത്തെ ഭയങ്കര വിലക്കുറവായിരുന്നു, ഇപ്പോൾ ഭയങ്കര വിലയാണ്. പിന്നെ ഒരു തൊഴിൽ അത്രേ ഉള്ളൂ. ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ. വേറെ അധികം നീക്കിരിപ്പ അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. നമ്മൾ പുറത്ത് വേറെ ആൾക്കാരുടെ കീഴിൽ ജോലി എടുക്കുന്ന നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. മറ്റൊരാളുടെ അടുത്ത് 10 പൈസ കൈ നീട്ടണ്ട. 2 പാക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ അരി മേടിക്കാം, വാങ്ങിക്കാം. അപ്പൊ അത്രയ്ക്ക് വരെ 2 പാക്കറ്റിന് 30 രൂപ വരും. 1 കിലോ അരി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ജീവിതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതുവരെക്കും ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണം. അത് നമുക്ക് ആ ഒരു പറച്ചിൽ തന്നെ മനസ്സിലാവും. വേറെ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും അധികം നമുക്ക് കത്തി വെക്കാണ്ട് നേരെ പോയി നമ്മുടെ എള്ളുണ്ട പിടിക്കാം. ഇതിലേ പോകണം. പിന്നാമ്പുറത്താണ് ഷെഡും ഇതെല്ലാം നമ്മുടെ പിന്നാമ്പുറത്താണ്. നമ്മൾ ഷെഡ് ഇതൊക്കെ ഇവിടെയാണ്. എന്തായാലും ചെരുപ്പോട് കൂടിയിട്ട് ചെരുപ്പ് ഇട്ടോ കുഴപ്പമില്ല, ഭക്ഷണം നിങ്ങൾക്ക് ഇരിക്കല്ലേ. ഇതാണ് ഇവിടെ ഓൾറെഡി എള്ളുണ്ടൊക്കെ ഇരിക്കണേ. ഏകദേശം വർക്ക് തീരാറായി. ഇനി ബ്ലാക്ക് ഉണ്ട്. അത് ബ്ലാക്ക് വൈറ്റ് സെപ്പറേറ്റ്. ഇത് വൈറ്റ് 2 തരമുണ്ട്. 2 തരമുണ്ട്. ഇത് വൈറ്റ് തീരാറായി. ബ്ലാക്ക് ഇരിക്കണം. വൈറ്റ് ഇപ്പം ഇടും. അടുത്ത് ഇത് റെഡിയാവും. ഇത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അതിന് മുമ്പ് ഒരുപാട് പരിപാടികളുണ്ട്. ഇനി ഇത് വറുത്ത് ഓൾറെഡി ഇത് വെള്ളത്തിൽ ശരിക്കും 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് പിന്നെ വെള്ളം കളയാനായിട്ട് വലിയൊരു ചെരുവുണ്ട്. അതിൽ തലേന്ന് നാളത്തേക്കുള്ളത് ഇന്ന് വൈകിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിന് എണീച്ച് വറക്കണം. വെളുപ്പിന് എണീച്ച് വറുത്ത് 7-7:30 മണിയാകുമ്പോഴേക്ക് പെണ്ണുങ്ങളൊക്കെ വരും. പിന്നെ എള്ളുണ്ട പിടുത്തം. ഇത് വറുത്ത് ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ കളഞ്ഞാണ്. ഒന്നുമില്ല ഇതിൽ കലപ്പടങ്ങളൊന്നുമില്ല. പ്യുവറാണ്. ഇതിപ്പോ നന്നായിട്ട് കഴുകി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ അടുത്ത പ്രോസസ്? ഇത് ശർക്കര ശരിക്കും ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഉരുക്കി ഫിൽറ്റർ ചെയ്ത് വേസ്റ്റ് ഒക്കെ കളഞ്ഞു വെച്ച ശർക്കരപ്പാനിയാണ്. ഇത് ഉരുക്കി വെച്ച ശർക്കര. ഇനി ഇത് നമ്മൾ ഒരളവുണ്ട്, നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും നല്ല കട്ടിയാവും എന്ന് പറയുന്നത്. ശരീരത്തിൽ അവിടെ വീണ് കഴിഞ്ഞാൽ ഇറച്ചി അടക്കം കൊണ്ട് പോരും. അത്ര ഇതിലായിരിക്കുള്ളൂ കഴിഞ്ഞാൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കി ടയറിന്റെ മുകളിൽ വെക്കും. ടയറിന്റെ മുകളിൽ വെച്ചിട്ട് ഒരളവിന് എള്ളുണ്ടാവും. അത് മൊത്തത്തിലെടുത്ത് വെക്കും. വാനില പൗഡർ ഉണ്ട്. വാനില പൗഡർ. അത് ഐസ്ക്രീമിന് എല്ലാം. അത് ചെറിയൊരു ശർക്കര സ്മെല്ല് കളഞ്ഞിട്ട് എള്ളുണ്ട ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എള്ളിന്റെ സ്മെല്ല് ഫ്ലേവർ ഇത്തിരി കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര സ്മെല്ല് കുറപ്പൊടി ആഡ് ചെയ്യുക. അതിന് വേണ്ടിയാണ് വാനില ഇടുന്നത്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതിന് ഇപ്പോൾ ഇത് ഇറക്കും. നമ്മളിപ്പോ വാങ്ങി വെച്ചിട്ടുണ്ട് ശർക്കര. ഈ ഒരു കട്ടിയാവണോ അല്ലേ? ഇത് ഇനി ശരിക്കും ഇളക്കും. ഈ എള്ള് ഇട്ടിട്ട് വറുത്ത എള്ളാണിത്. സ്വല്പം വാനില ഇട്ടിട്ടുണ്ട്. വാനില ഇട്ട് ഇനിയിപ്പോ ഈ ശർക്കര കട്ടിയായേക്കാണ്. ഇനി ഇതിലിട്ട് ഇളക്കി അങ്ങോട്ട് ഇറക്കി പെണ്ണുങ്ങൾ ഇത് ഉരുട്ടിയെടുക്കും. ഇട്ടോ ആ വെള്ള എള്ള് മൊത്തം കിട്ടും. അതെ. ഇനി ഇത് ഇളക്കി ശരിക്കും കൂട്ടി അങ്ങോട്ട് കൊടുക്കും. നല്ല രീതിയിൽ ഇപ്പൊ തന്നെ ഓൾറെഡി കട്ടയാവുന്നു. അതെ. ഇത് ആദ്യം തന്നെ എന്താ സെറ്റ് ആവില്ലല്ലോ, കുറച്ച് നേരം ഇരിക്കും. ചട്ടിക്ക് ചൂടുണ്ടാവും. അതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് അപ്പോഴേക്ക് ഇവര് 3 പേരും കൂടി അത് ഉരുട്ടി ഉണ്ടാക്കിയെടുക്കും അല്ലേ? അതെ. കാണുമ്പോൾ നമുക്കൊരു ഉണ്ടായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഒരുപാട് പണിയുണ്ട്. കാരണം ഈ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക എന്നെ കാണിച്ചു തന്നായിരുന്നു. കാലൊക്കെ പൊള്ളിയേക്കണേ. ഈ ഒരു രീതിയിൽ ഉള്ള ശർക്കര ഒരു തുള്ളി വീണാ മതി. അടക്കം അങ്ങ് പറഞ്ഞു വരും. അതെ. ആ ഒരു രീതിയിലാവും. എന്നെ കാണിച്ചു തന്നായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതങ്ങ് ഇത് റെഡിയായി. ഞാൻ ഇട്ട് കൊടുക്കാം. അവർക്കങ്ങ് കൊടുക്കണം. ഇതങ്ങ് അവർക്കങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലൊരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ.
ഇനി അടുത്ത ലൈൻ വെക്കാൻ പോണ്. അടുത്ത നമ്മള് പാനി ബ്ലാക്കാണ്. നമ്മള് ശർക്കര പാനി ഒഴിച്ചു. ഇനി ഇത് നല്ല കത്തി അങ്ങ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കട്ടിയാവും. അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കട്ടിയാവണം. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്കിനി ബ്ലാക്ക് എല്ലാം കൂടെ ബ്ലാക്ക് എള്ളുണ്ട്. നല്ല പാനിയുടെ മണം അങ്ങ് മൂക്കിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കും. കുടിക്കാൻ തോന്നുന്നു. പക്ഷെ നല്ല ചൂടുണ്ടാവും. അതാണ് കുടിക്കാൻ തോന്നുന്നു നമുക്ക്. അവിടെ നല്ല ചൂടുണ്ടാ. അങ്ങനെ ചേച്ചിമാര് ഇത്തമാര് ഉരുട്ടി വെക്കുന്നുണ്ട്. ഇതിലിപ്പോ ചൂടുണ്ടാവില്ല ഇത്ത? ചൂടുണ്ടാവില്ലേ? പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ കുറച്ച് പൊള്ളും. ആണല്ലേ? ചൂടോടുകൂടി പുതിയ ആൾക്കാർ ചൂട് അല്ലേ? ഇത്തിരി എടുത്ത് കയ്യിലിട്ട് ഇത്തിരി ഒരളവിന് കൊടുക്ക്. ചൂട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ചൂട് ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് വെച്ചല്ല, അതിൽ ചൂട് കുറഞ്ഞേക്കാണ്. നമ്മള് ഇത് സ്പീഡ് വർക്കാണ്. ഇത് അധികം വെയിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സ്പീഡ് വർക്ക് എന്ന് പറയുന്നത് ശരിയായിട്ടാ. അത് തന്നെ. ഉള്ളു ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ കഴിക്കണം. അത് ഇപ്പൊ ഒന്ന് പാനി ഒന്ന് കട്ടാവട്ടെ. ഇപ്പം ആവും. ഇത് ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ നല്ല പാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എയർ പൊട്ടിത്തെറിക്കും. നമ്മള് മറ്റേ വോൾക്കാനൊക്കെ പൊട്ടണ പോലെ പൊട്ടി വന്നണ്ട, ഉള്ളിന്ന് നമ്മുടെ ആവി പുറത്തേക്ക് വരും. ആവി ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരും. അപ്പൊ ശരിക്കുള്ള നല്ല കണ്ടീഷനായി. നമ്മുടെ പനി നേരത്തെ കാണിച്ചപ്പോ തൊട്ട് ഞാൻ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ട, അല്ലെ ശരിയാവൂല. ഞാനിത് ഇപ്പൊ ഇറക്കി വെക്കാൻ പോകും. ഇറക്കി വെക്കുമ്പോ കുറച്ചുകൂടി ബാക്കിലേക്ക് വരാം. കണ്ട ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കാൻ പറ്റുമോ? അതൊക്കെ ഇരിക്കാം, കുഴപ്പമില്ല. ഇത് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക്. വൈറ്റ് കഴിഞ്ഞു. ഇപ്പൊ ബ്ലാക്ക് ആണ്. ഇതിപ്പോ ബ്ലാക്ക് ആണ്. എള്ളുമ്പോ തിന്നുമ്പോ എന്ത് എളുപ്പല്ലേ? തിന്നുമ്പോ സുഖമാണ്. ചെറിയൊരു ഉണ്ടയാണ്. ചെറിയൊരു ഉണ്ട. ഇത്ര പാടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെന്താ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും? ഇത് ശരിക്കും സുഖമില്ലാത്തവർക്ക് നല്ലതാണ്. ഏത്? ഈ കറുത്തുള്ളുണ്ട. കറുത്തുള്ളുണ്ട മരുന്നാണ്. ഇതിനൊരു ചെറിയ കയ്പ് ഉണ്ടാവും. വെള്ളക്ക് ഉണ്ടാവൂല. ഇത് സുഖമില്ലാത്തവരൊക്കെ കഴിക്കണ അധികം മേടിച്ചിട്ട് പോകും. ഇതായി ചട്ടിയിലേക്ക് തട്ടും. അവരങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കും, പാക്ക് ചെയ്യും, അല്ലേ, കൊണ്ട് കൊടുക്കും. അപ്പം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ എള്ളുണ്ട വിശേഷം. ഇങ്ങനെ അടുത്തതിനുള്ള പാനി ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഇത്തമാരുന്ന് എള്ളുണ്ട ഉരുട്ടുന്നുമുണ്ട്. നമ്മൾ ഇപ്പോൾ ഉരുട്ടാറാകുമ്പോഴത്തേക്ക് ഏകദേശം ചെറിയ ചൂടേ വരുള്ളൂ. പക്ഷെ അത് വായിലോട്ട് അപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ എൻ്റെ മുഖം അങ്ങനെ മാറും. എൻ്റെ നല്ല എല്ലാവരെയും. എന്തായാലും ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. മാഞ്ഞാലിക്കലെ വിശേഷം. മാഞ്ഞാലിക്കലെ എള്ളുണ്ട വിശേഷം. നമ്മുടെ ഇവിടെ പലതരം വെറൈറ്റി സാധനങ്ങളൊക്കെ. ഈ ഒരു ഏരിയയില് മടക്ക് കേക്ക്, ലഡു, ജിലേബി, അലുവ, പിന്നെ അച്ചാറ്, എല്ലാ ഐറ്റം സാധനങ്ങൾ, ബിരിയാണി എല്ലാരും ഇവിടെ ഉണ്ട്. ഹോം മെയ്ഡ് സാധനം. അപ്പിക്ക താങ്ക് യു. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളം ഉണ്ട് അവിടെ, ചൂട് കുറഞ്ഞത് എടുത്തോ ഇരിപ്പുണ്ട്. ഞാൻ കഴിക്കാം. ഇപ്പം കഴിക്കാൻ ഇത്തിരി ടൈറ്റ് ഉണ്ടാവും. ഇഞ്ഞും കൂടി ഒന്നും കൂടി ടൈറ്റ് ആവും. അത് മുറി ടൈറ്റ് ആയതിൻ്റെ വേണ്ടി ചെറിയ ചൂടുണ്ട്, പല്ലില് ഇങ്ങനെ ഒട്ടുന്നു. അപ്പോൾ അതൊക്കെ കണ്ടല്ലോ, എന്താണ് ഇവിടുത്തെ വെള്ളുണ്ട വിശേഷങ്ങൾ. ഇപ്പൊ എന്തായാലും ഞാൻ പതുക്കെ പോവാ. അടുത്ത നമ്മുടെ പലഹാരങ്ങൾ പതുക്കെ പിടിച്ച് നീക്കണം. ഇല്ല, ഞങ്ങൾക്ക് വേറെ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടാ. ഒരൈറ്റം കൂടി അത് കപ്പലിൻ്റെ ഉണ്ട്. അതായത് ഞങ്ങള് ഇതിലുണ്ടല്ലോ ഫ്ലെക്സില്. അയ്യോ, ഇത് കണ്ടില്ല. എള്ളുണ്ട കപ്പലിൻ്റെ ഉണ്ട്. അത് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലേ ഇടുള്ളൂ. അത് ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റില്ല, പണി കൂടുതലാവും. അപ്പൊ അതുകൊണ്ട് ഒരേ ദിവസം ഒരേ ചേഞ്ച്. എന്തായാലും താങ്ക് യു. ഓക്കെ, ഇത് വെച്ച പിന്നീട് കഴിക്കാം.